അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്തയുടെ മദ്രസകളിൽ 4ാം ക്ലാസ്സിന് വേണ്ടി തയ്യാറാക്കിയ ലിസാനുൽ ഖുർആനിന്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് വായിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഒന്നാമതായി കൊടുത്തിട്ടുള്ള ദുആ എന്ന ഒരു ഭാഗമാണ്. അതിൽ പ്രാർത്ഥനയുടെ ബൈത്തുകളാണ്. അത് കാണാതെ പഠിക്കേണ്ടതില്ല. അടുത്തത് ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത് അജായിബു ഖൽഖില്ലാഹി തആല എന്ന ഹെഡിംഗ് ആണ്. അള്ളാഹുവിന്റെ അത്ഭുതകരമായ ചില സൃഷ്ടികളെ കുറിച്ചാണ് പറയുന്നത്. ഹുറൂഫുൽ ജർ അതിൽ പഠിക്കുന്നത്. ഹുറൂഫുൽ ജർ എന്ന് പറഞ്ഞാൽ പ്രൊപൊസിഷൻ, ഓരോ സെന്റൻസിലും ചേർക്കേണ്ട അക്ഷരങ്ങളെ കുറിച്ചാണ്. 19 അക്ഷരങ്ങളാണ് ആകെയുള്ളത്. അതില് 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് ഫി അല എന്നീ 2 അക്ഷരത്തെക്കുറിച്ചാണ്. എന്നാൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, ഈ പാഠത്തിൽ പഠിക്കുന്നത് ലി, മിൻ, ക, അൻ, ഫി, അല എന്നീ അക്ഷരങ്ങൾ എവിടെയാണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് പഠിക്കുന്നത്. മറ്റൊന്നിൽ പഠിക്കാനുള്ളത് ചില അനിമൽസിന്റെ അറബിയിലെ പേരുകളാണ്. നമുക്കൊന്ന് വായിക്കാം. ഇവിടെ ഉപ്പയും ഫാലിൽ എന്ന മകനിയും തമ്മിൽ നടന്ന സംഭാഷണമാണ്. നോക്കൂ. ഇന്ദഹൽ ഇംതിഹാനു സനവി, വാർഷിക പരീക്ഷ അവസാനിച്ചു. റഹബ ഫാലിലുൻ മഅ വാലിദിഹി, ഫാലില് തന്റെ ഉപ്പയോടുകൂടെ പോയി. ലിസിയാറത്തി ഹദീഖത്തിൽ ഹയവാനാത്ത്, മൃഗശാല സന്ദർശിക്കാനാണ് പോയത്. ഫറആ, അങ്ങനെ കണ്ടു. അൽ അസദ, അസദിനെ കണ്ടു. അസദ സിംഹം. വസ്സറാഫത്ത, ജിറാഫ്. വല്ലബിയ, മാന്. വൽ ബബ്റ, കടുവ. വസ്സഅലബ, കുറുക്കൻ. ഫിൽ അഖ്ഫാസി, കൂട്ടുകളിൽ ഈ പറയുന്ന മൃഗങ്ങളെയാണ് കണ്ടത്. സുമ്മ മശാ ഖലീലൻ, പിന്നെ അല്പം നടന്നപ്പോ ഫറ അൽ ബബ്ഗാ, തത്തയെ കണ്ടു. വസ്സഖറ, പരുന്ത്. വൽ ഹമാമത്ത, പ്രാവ്. വൽ അന്തലീബ, കുയില്. അലൽ അഷ്ജാരി, ഇത്തരം പക്ഷികളെയാണ് മരത്തിൻ മുകളിൽ കണ്ടിട്ടുള്ളത്. ഷറഹൽ വാലിദു ലിഇബ്നിഹി അനിൽ ഹയവാനാതി വത്തിയൂർ, പിതാവ് തന്റെ മകനോട് മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും വിശദീകരിച്ചു കൊടുത്തു. ഫഖാല ഫാലിൽ, അപ്പൊ ഫാലിൽ പറഞ്ഞു, യാ വാലിദി, എന്റെ ഉപ്പ. അസ്സാലബു കൽ കൽബി, കുറുക്കൻ നാഴെ പോലെയുണ്ടല്ലോ. വല്ലബിയു കൽ ഗനം, മാന് ആടിനെ പോലെയുണ്ടല്ലോ. അലൈസ കദാലിക, അങ്ങനെ തന്നെയല്ലേ? ഫഖാലിൽ വാലിദു, അപ്പൊ പിതാവ് പറഞ്ഞു, ബല, അങ്ങനെ തന്നെയാണ്. യാ ബുനയ്യ, എന്റെ കുഞ്ഞു മോനെ. വഖദ് ഫഹിംത അനിൽ ഹയവാനാതി വഅനിത് തുയൂരി ജയ്യിദൻ, നീ മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും നന്നായി മനസ്സിലാക്കിയില്ലേ? വഹിയ മിൻ അജാഇബി ഖൽഖില്ലാഹി തആല, ഇവയൊക്കെ അള്ളാഹുവിന്റെ അത്ഭുത സൃഷ്ടികളാണ്. ഇതാണ് പാഠത്തിൽ പറയുന്ന വിഷയം. മൃഗത്തിന്റെ പേരുകളും അതുപോലെ പക്ഷികളെ പേരുകളുമാണ് പഠിക്കാനുള്ളത്. അതിനോടൊപ്പം ജറിന്റെ അർഫുകളായ ലി, മിൻ, ക, അൻ, ഫി, അല എന്നിവയും പഠിക്കാനുണ്ട്. അതിന്റെ ഒരു പ്രാക്ടീസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. നഖർന്നു വായിക്കാം. റഹബ സിനാനുൻ സിയാറത്തുൽ ഹദീഖ, സിനാന് പാർക്ക് സന്ദർശിക്കാൻ പോയി. ഇവിടെ ലി എന്നുള്ളതാണ്. അസ്സാലബു കൽ കൽബി, കുറുക്കൻ നാഴെ പോലെയാണ്. ക എന്നാണ് ഇവിടെ പോലെ എന്നർത്ഥം കൊടുത്തിട്ടുള്ളത്. കുല്ലുഹാ മിൻ അജാഇബി ഖൽഖില്ലാഹ്, ഇവയെല്ലാം അള്ളാഹുവിന്റെ അത്ഭുത സൃഷ്ടികളാണ്. അള്ളാഹുവിന്റെ അത്ഭുത സൃഷ്ടികളിൽ നിന്നുള്ളതാണ്. മിൻ, ഫ്രം എന്നർത്ഥം, നിന്ന്. ഫഹിംത അനിൽ ഹയവാനാത്ത്, നീ ജീവികളെ കുറിച്ച് മനസ്സിലാക്കിയില്ലേ, മൃഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഇവിടെ ആൻ എന്നുള്ളതാണ്, തൊട്ട്, എബൌട്ട് എന്നാണ്.
അൽ അസദു ഫിൽ ഹഖീഖത്തി, അൽ അസദു ഫിൽ ഹദീഖത്തി, മൃഗം പാർക്കലാണ്. ഇൻ എന്ന മീനിങ് വരിക. അത്യുറു അലൽ അഷ്ജാർ, മരത്തിൽ പക്ഷികളുണ്ട്. ഇവിടെ അല എന്ന് പറഞ്ഞാൽ ഓൺ എന്നാണ്, മേലെ എന്നർത്ഥം. ബയ്യനൽ വാലിദു ലിഇബ്നിഹി, പിതാവ് തന്റെ മകനോട് വിശദീകരിച്ചു കൊടുത്തു. ഇവിടെ ലി, മകനോട്. അല്ലബിയു കൽ അനം, മാന് ആടിനെ പോലെയുണ്ട്. ഇവിടെ ക, പോലെ, ലൈക്ക് എന്നാണ് അർത്ഥം. യതവല്ലഉ ബാസിമുൻ മിനൽ ഹൗൽ, ബാസിം ഹൗലിൽ നിന്ന് ഉതെടുക്കുന്നു. ഇവിടെ മിൻ, ഫ്രം എന്നാണ് അർത്ഥം. ബയ്യനൽ വാലിദു അനിൽ ഹൈവാനാത്ത്, പിതാവ് മൃഗങ്ങളെ കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു. ഇവിടെ ആൻ, അബൌട്ട് എന്നാണ്, തൊട്ടി എന്നർത്ഥം. അസ്സാലബു ഫിൽ ഖഫസി, കുറുക്കൻ കൂട്ടിലാണ്. ഇവിടെ ഫീ, ഇൻ എന്നാണ് അർത്ഥം. അല ഷജറത്തി ബബ്ഗാഉൻ, മരത്തിൻ മുകളിൽ തത്തയുണ്ട്. ഇവിടെ അല, ഓൺ എന്നാണ് അർത്ഥം. നഖ്താർ മിനൽ ഖൗസൈനി വനുകമ്മിലു, ബ്രാക്കറ്റിനടുത്ത് പൂരിപ്പിക്കുക. ബ്രാക്കറ്റ് നോക്കൂ, ക, പോലെ എന്നർത്ഥം, ലൈക്ക്. ലി, വേണ്ടി എന്നർത്ഥം, ഫോർ. മിൻ, ഇൻ എന്നർത്ഥം വരെ, ഇൽ നിന്ന്, അതിൽ നിന്ന്. അൻ, അതിനെ തൊട്ട്, അബൌട്ട്. അല, ഓൺ, മുകളിൽ എന്നർത്ഥം. ഇനി നമുക്ക് വെച്ച് പൂരിപ്പിക്കാം. ഒന്ന്, അൽഹംദു ലില്ലാ, അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. രണ്ട്, അൽ ബുർത്തുഖാലു ഫിസ്സല്ലത്തി, ഓറഞ്ച് കൊട്ടയിലാണ്, ഫി. മൂന്നാമത്തത്, അല തോവിലത്തി ബിത്തീഖത്തുൻ, മേശപ്പുറത്ത് ബത്തക്കയുണ്ട്. ഇവിടെ അല, ഓൺ എന്നർത്ഥം, മുകളിൽ. നാല്, റജഅദ് ദാരിസു മിനൽ മദ്രസത്തി, വിദ്യാർത്ഥി മദ്രസയിൽ നിന്ന് മടങ്ങി വരുന്നു. വിദ്യാർത്ഥി മദ്രസയിൽ നിന്ന് മടങ്ങി വന്നു. ഇവിടെ മിൻ, ഫ്രം എന്നാണ് അർത്ഥം. അഞ്ച്, റളിയല്ലാഹു അൻ അഹ്ലി ബദർ, അള്ളാഹു ബദരീങ്ങളെ ഇഷ്ടപ്പെട്ടു. ഇവിടെ അബൌട്ട്, അൻ എന്നത് അബൌട്ട് എന്ന മീനിങ്. ആറ്, ഫിസ്സല്ലത്തി മാഞ്ച, കൊട്ടയിൽ മേങ്കയുണ്ട്. ഇവിടെ ഫിസ്സല്ലത്തി, ഇൻ എന്നാണ് മീനിങ്. ഏഴാമത്തത്, യന്തളിറിൽ ഉമ്മു ഫിൽ ബൈത്തി, ഉമ്മ വീട്ടിൽ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇവിടെ ഫി, ഇൻ എന്നർത്ഥം. എട്ട്, സമീഅത്തുൽ അദാന ഫിൽ മസ്ജിദി, സമീഅത്തുൽ അദാന മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു. സമീഅത്തുൽ അദാന മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് ഞാൻ ബാങ്ക് കേട്ടു. ഇവിടെ മിൻ, ഫ്രം എന്നാണ് അർത്ഥം. 9, നദ്ഹബു ലിസിയാറത്ത് ജദ്ദിന, ഞങ്ങൾ ഞങ്ങളെ വല്യപ്പയെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു. ഇവിടെ ലി, ഫോർ എന്നർത്ഥം. 10, അത്വാമു ഫിൽ മഇദത്തി, ഭക്ഷണം സുപ്രയിലാണ്. ഇവിടെ ഫിൽ, ഇൻ എന്നാണ് അർത്ഥം. 11, അൻത കൽ ഉസ്താദ്, നീ ഉസ്താദിനെ പോലെയുണ്ട്. ഇവിടെ ക, പോലെ, ലൈക്ക് എന്നാണ് മീനിങ്. 16, ഖറഅനാ അൻ ഹിജ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി തങ്ങളുടെ ഹിജ്റയെ കുറിച്ച് പഠിച്ചു, വായിച്ചു. ഇവിടെ അൻ, അബൌട്ട് എന്നാണ് അർത്ഥം. ഈ നോക്കൂ, നെക്സ്റ്റ് പേജ്. ഹയ്യൻ നുൻഷിദു, നമുക്ക് ഒരുമിച്ച് പാടാം. അൻത തത്ലഉ ബൈനന ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അടുത്ത നോക്കൂ, തറദ്ദാലി മൗലൂദിൻ അളാഅത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫം മിനർ റഅബി. മൗലൂദിൽ എന്നുള്ള ഒരു ഭാഗമാണ്. ഇനി അടുത്ത വാക്ക്, നുലാഹിലുൽ മുഫ്രദ വൽ ജംഅ, താഴെ പറയുന്നതിന്റെ മുഫ്രദും ജംഉം അഥവാ ഏകവചനവും ബഹുവചനവും, നമ്മൾ പറഞ്ഞാൽ സിംഗുലറും പ്ലൂറൽ ഫോമുമാണ് ഇവിടെ നോക്കേണ്ടത്. ഹൈവാനുൻ ജംഅ ഹൈവാനാത്തുൻ, ജീവികൾ എന്നർത്ഥം.
ഖഫസുൻ ജംഅ അഖ്ഫാസുൻ, കൂട് കൂടുകൾ. ത്വയ്റുൻ ജംഅ തുയൂറുൻ, പക്ഷി പക്ഷികൾ. ഷജറുൻ ജംഅ അഷ്ജാറുൻ, മരം മരങ്ങൾ. ഇബ്നുൻ ജംഅ അബ്നാഉൻ, മകൻ മക്കൾ. ഹദീഖത്തുൻ ജംഅ ഹദായിഖു, പാർക്ക് പാർക്കുകൾ അല്ലെങ്കിൽ തോട്ടം തോട്ടങ്ങൾ എന്നാണ് മീനിങ്. നഖറഉ മിനൽ ഖുർആനി വനക്തശിഫു മിൻ ഹുറൂഫൽ ജർരി വനഖുത്തു തഹ്തഹാ. താഴെ പറയുന്ന ഖുർആൻ ആയത്തുകൾ പാരായണം ചെയ്തിട്ടതിലെ ഹുറൂഫുൽ ജറിന്റെ താഴെ അണ്ടർലൈൻ ചെയ്യാം. അനിൻ നബഇൽ അളീം, ഇവിടെ ഹുറൂഫുൽ ജർ അൻ എന്നാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, ഇവിടെ ഫീ എന്നാണ്. കൽ ഫറാഷിൽ മബ്സൂസ്, ഇവിടെ ക എന്നാണ്. വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കിൻ, ഇവിടെ അല എന്നാണ്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ഇവിടെ ലി എന്നാണ്. കൽ അഹ്നിൽ മൻഫൂഷ്, ഇവിടെയോ ക എന്നുള്ളതാണ്. ലാസ്റ്റ് വർക്ക് നൻസഖുൽ കലിമാത്ത്, പദങ്ങൾ എന്ത് ചെയ്താ കോപ്പി അതേപോലെ വൃത്തിയിൽ എഴുതാം. ഇൻതഹൽ ഇംതിഹാനു സനവി ദഹബ ഫാളിൻ മഅ വാലിദിഹി, താഴെ കൊടുത്തിട്ടുള്ള ബ്ലാങ്കിൽ എഴുതാ, കോളത്തിൽ എഴുതാ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല അറിവും വിവേകവും നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.